സിലബസ് വൈസ് ആയിട്ട് ക്ലാസ് എടുത്തു തരുമോ എന്ന് കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ 10th പ്രിലിംസിന്റെ സിലബസ് വെച്ചിട്ട് നമുക്ക് ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് സിലബസ് വൈസ് തന്നെ ഒരു മാരത്തോൺ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് തരും. അതോടുകൂടി ആ പ്രോബ്ലംസ് തീരും, ഡെപ്തിൽ ഡീറ്റെയിൽ ആയിട്ട് തരും. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ പറയണം. 20 മാർക്സ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ടാണ് 80 പറഞ്ഞത്. ആ 80-ലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊരു വാമപ്പ് ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി, എത്ര കിട്ടുമെന്ന് നോക്കണം. അപ്പൊ സമയം കളയേണ്ട. ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് ആരാന്ന് ചോദിക്കുമ്പോൾ നീരജ് ചോപ്ര. എന്നാൽ അന്താരാഷ്ട്ര അത്ലറ്റിക്സിൽ മെഡൽ നേടിയ വ്യക്തി ആരാന്ന് ചോദിക്കുമ്പോൾ അഞ്ജു ബോബി ജോർജ്. മറക്കരുത്, കേട്ട് പഠിച്ചോണേ. ഇനി ജമ്മു ആൻഡ് കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. വെരി വെരി ഇമ്പോർട്ടന്റ്, റിപ്പീറ്റഡ് ആണ്. അതേപോലെ പ്രധാനപ്പെട്ട ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഉണ്ട്. ഇത് നിലവിൽ വന്നതാ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2020 ജനുവരി 10 നിലവിൽ വന്നു. അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഉണ്ട്. നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. 2019 പഠിച്ചു വെക്കണേ. ഈ 2019 തന്നെയാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് 2019. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നതും 2019. ഈ സിറ്റിസൺഷിപ്പിന്റെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? 2020 ജനുവരി 10. ഇനി ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും പഠിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിച്ച ഓർമ്മയുണ്ടോ? അത് ദേ ഇവിടുന്നാണ്. 2010 ഏപ്രിൽ 1 നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഇത് ചോദിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് എഴുതാം കേട്ടോ. അപ്പം 2021 നിലവിൽ വന്ന നിയമസഭ എത്രാമത്തതാന്ന് ചോദിക്കുന്നുണ്ട്? 15. അപ്പൊ ഈ നിയമസഭ ചുറ്റിപ്പറ്റി കുറെ ചോദ്യങ്ങൾ വന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മന്ത്രിസഭകൾ പഠിക്കാതെ പോകരുത്. അപ്പം റീസെന്റ് ആയി നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അത് എന്താ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത് പഠിച്ചിട്ടേ പോകാവേ. അപ്പം 2022 ഫെബ്രുവരിയിൽ ISRO ഒരു ഉപഗ്രഹം ലോഞ്ച് ചെയ്തതിന്റെ ചോദിച്ചെങ്കിൽ നമ്മുടെ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ വന്ന ചോദ്യം ഇതാണ്. 2024 ഓക്കെ എർത്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ലോഞ്ച് ചെയ്തത് ഏതാന്ന് ചോദിക്കുമ്പോൾ EOS 08 നിങ്ങൾ എഴുതണം. മറക്കരുത്, ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. എന്നാൽ അതേപോലെ കോസ്മിക് എക്സ്റേ പിന്നെ പൾസാറുകൾ ബ്ലാക്ക് ഹോളിനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്തത് ജനുവരി ലോഞ്ച് ചെയ്തത് ഏതാ? 2024 ചോദിക്കും. അത് എക്സ്പോസാറ്റ് ആണെന്ന് ഓർത്ത് വെച്ചോണം. അതേപോലെ പ്രധാനപ്പെട്ടത് ഏതാ? സൺസ് കൊറോണ ഓക്കെ അത് പഠിക്കാൻ വേണ്ടി വിട്ടത് പ്രോബ 3 ആണ്. ഒരു തവണ വായിച്ചാൽ മതി, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ വന്നോളും കേട്ടോ. എനിക്ക് ഉറപ്പുണ്ട്. 2020 വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് K കസ്തൂരിരംഗനാണ്. ആ ഫോർമാറ്റ് ഇതൊന്ന് കമന്റ് ചെയ്യാവോ? 5+3+3+4. നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആണോ? റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ. നമ്മളപ്പോ എത്ര തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നിങ്ങൾ കണ്ടോ? 10th പ്രിലിംസിന് നമ്മൾ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലേറ്റഡ് ആയി പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് ഓക്കെയാ, എന്നാലും പുത്തനായിട്ട് വരുന്ന കുറെ പേർക്കൊരു ഇതുണ്ട്, സിലബസ് വൈസ് പോകാവോ, അപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. ആക്ച്വലി അത് നല്ലൊരു ഐഡിയ ആയിട്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തരാൻ പോകും അടുത്ത ഒരു ക്ലാസ് കേട്ടോ. അതൊരു 1.5 ക്ലാസ് ആണ്. പിന്നെ ഈ ക്ലാസ് കാണുന്ന പ്ലേലിസ്റ്റ് കണ്ടു തീർക്കണം. Day 1ഉം 2ഉം കണ്ടു തീർക്കണം. ഈ 3ഉം അതേപോലെ ബൈഹാർട്ട് ചെയ്യണം. 18 വയസ്സിൽ താഴെയുള്ളത് എന്താ? താലോലമാണ് അല്ലെ? താലോലം. ഈ സമാശ്വാസം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചതായിരുന്നു. സമാശ്വാസം എന്തായിരുന്നു? ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള ധനസഹായമായിരുന്നു അല്ലെ? ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള ധനസഹായമാണ്. ഇനി അടുത്ത നോക്കിക്കേ, ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം കൊടുക്കും. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. അപ്പൊ ഈ ധനസഹായം കിട്ടുന്നത് ആർക്കാണെന്ന് PS ചോദിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് അത് കിട്ടിയിട്ട് ഇപ്പൊ കാര്യമില്ല. അപ്പം അവരെ പരിചരിക്കുന്നവർക്കാണ് അത് കിട്ടുന്നത്. അത് PS ചോദിച്ചു, നിങ്ങൾ മറക്കരുത്. അതേപോലെ സ്നേഹസ്വാതന്ത്ര്യം റിപ്പീറ്റഡ് ചോദ്യം. എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടിയുള്ള സ്കീമാണ് അത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണേ, പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ ഇനി ഇതൊക്കെ കറണ്ട് ആയിട്ടുള്ളത് പഠിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് 80 കുറച്ചുകൂടി ഒഴിവാക്കി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മളെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വന്നാൽ തന്നെ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ തിരുവനന്തപുരമാണ്. എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയത്തില്ലേ, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് ആലപ്പുഴയാണ്. ഇത് എല്ലാവരും കൺഫ്യൂസിങ് ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് PS ഇത് 2021 മുതൽ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ കേട്ടോ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയത് നൂൽപ്പുഴയാണ്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചത് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അല്ലെ? അവിടെ 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഓർമ്മയുണ്ടോ? ബാബർ,
ഉരുളൻ കല്ലുകളുള്ള പ്രദേശം, നദികൾ അപ്രതീക്ഷിതമാകുന്നു, കാരണം കല്ലുകളുടെ അടിയിൽ കൂടെ ഒഴുകുന്നത്. അത് കഴിഞ്ഞിട്ട് ടെറായി, അതായത് മാർഷി പ്ലേസ് ആണ്, വെള്ളം റീഅപ്പിയർ ചെയ്യുന്നിടമാണ് ടെറായി. ഓക്കെ, ദുദ്വ നാഷണൽ പാർക്ക് ടെറായിലാണ്. പിന്നെ അടുത്തത് ഖാദർ ഓർമ്മയുണ്ടോ? പുത്തൻ ഖദർ ഇട്ടെന്ന് നമ്മൾ പറഞ്ഞത് ന്യൂ അലൂവിയൽ സോയിൽ ഖാദർ ആണ്, റിപ്പീറ്റഡ് ചോദ്യം. പിന്നെ ബംഗാറുണ്ട്. ബംഗാർ എന്ന് പറയുമ്പോൾ ഓൾഡ് അലൂവിയൽ സോയിൽ ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞതാ കേട്ടോ. പിന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഉത്തര മഹാസമതലം. അതേപോലെ ധാതു കലവറയാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് പറയും? ഉപദ്വീപ് പീഠഭൂമി, അത് മറക്കല്ലേ. പീഠഭൂമിയിൽ ഏറ്റവും വലുത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്, ഡെക്കാൻ പീഠഭൂമിയാണ്, അതും മറക്കല്ലേ. ഓക്കെ, അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലൂണിയാണ്. അതേപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു, നമ്മള് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ പെടുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചത് ലൂണി കുറെ പേര് പറഞ്ഞു. പക്ഷെ ആ ചോദ്യം ശ്രദ്ധിക്കണം, പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതെന്നായിരുന്നു ചോദ്യം. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് വരത്തില്ല. ലൂണി വെസ്റ്റ് ഫ്ലോയിങ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇത് ഡെസേർട്ടിൽ പോയി ഡിസപ്പിയർ ആവുകയാണ്, അറബിക്കടലിൽ പതിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചോണേ. നർമ്മദ 1465 കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡ് അതൊന്ന് നോക്കിയോട്ടെ. തിരുത്തൊണ്ട്, ഈ 1465 എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗോദാവരി ട്രയംബക ഹിൽസിൽ നിന്നും ഉത്ഭവ സ്ഥാനമാണ് കേട്ടോ. നമ്മളെ ടോപ്പിക് വൈസ് സിലബസ് വൈസ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അടുത്ത് എഴുതുന്നുണ്ടല്ലോ, അതിന് 2 ദിവസം ഗ്യാപ്പ് എനിക്ക് കാണണം കേട്ടോ. അതിൻ്റെ അകത്ത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് വൈസ് പറഞ്ഞു മുമ്പ് വരും. ഓക്കെ, എനിവേ ഗോദാവരി 1465. ഡെയിലി ക്ലാസ് എടുത്തിട്ട് ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു മാസം ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുന്നവരുണ്ടെങ്കിലും LDC എഴുതിയിട്ടൊക്കെ ഡെസ്പായിട്ടിരിക്കുന്നവരുണ്ടെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട. ഇത് ഞാനൊരു 100 തവണക്കുള്ളിൽ പഠിപ്പിച്ചിട്ടുള്ള, എനിക്കും മറന്നുപോയി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴെപ്പോഴും സ്പേസ് റെപ്പറ്റീഷൻ ചെയ്യുന്നു, ഇച്ചിരി ടൈം കൊടുത്തിട്ട് റിവൈസ് ചെയ്യുന്നു, നല്ലപോലെ ഓർത്തിരിക്കും കേട്ടോ. ശരി, എന്നാൽ അത് ഗോദാവരി. നർമ്മദ ആണെങ്കിലോ 1312 കിലോമീറ്റർ ആണ്. ഓക്കെ, അമർഖണ്ഡ കുന്നുകളാണ്, അമർഖണ്ഡ കുന്നുകള്. മഹാനദി സിഹാവ കേട്ടോ, മഹാനദി സിഹാവ കുന്നുകളിൽ നിന്നുമാണ്. ഓക്കെ അല്ലേ. കാവേരി ആണെങ്കിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന്, ഉത്ഭവസ്ഥാനമാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. ഇത്രയും കാര്യം പഠിച്ചു വെച്ചോണം. ഓക്കെ, ശരി. അടുത്തത് റിഗർ അല്ലെ ചെർണോസം എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഇതാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. റിഗർ അല്ലെങ്കിൽ ചെർണോസം എന്നറിയപ്പെടും. ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏത് കൃഷിക്കാൻ ചോദിക്കും? പരുത്തി. ഇനി ഒരു തവണ കൺഫ്യൂസിങ് ആക്കുന്ന പോലെ ടഫ് ആക്കി ചോദിച്ചു. പരുത്തിക്ക് ഒരു ഓപ്ഷനിൽ തന്നത് കരിമ്പായിരുന്നു കേട്ടോ, കരിമ്പ്. അത് ഓർത്ത് വെച്ചോണം. കരിമ്പും പരുത്തിക്കും അനുയോജ്യമാണ് ഈ ബ്ലാക്ക് സോയില്. അപ്പം പരുത്തി ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ കരിമ്പുണ്ടെന്ന് ഉറപ്പിച്ചോണം. ഇത് റിപ്പീറ്റഡ് ആണ്, കറുത്ത മണ്ണ്. അപ്പൊ റിഗർ അല്ലെങ്കിൽ ചെർണോസമാണ്. ഇത്രയും ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസ് സിൻഡ്രോം എവിടെയാണ്? മൗസ് സിൻഡ്രോം എവിടെയാണ്? നമ്മുടെ മേഘാലയയിലാണ്. ഇനി ആസാമിന്റെ അകത്ത് മാനസ് നാഷണൽ പാർക്ക് ഉണ്ട്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു. ഇനി ആസാമിലുള്ളത് ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള കാസിറംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്, റിപ്പീറ്റഡ് ആയിട്ട് അതും ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ലോക ഓസോൺ ദിനം എന്നാണ്? ഇതും ഒത്തിരി റിപ്പീറ്റഡ് ആണ്, സെപ്റ്റംബർ 16 ആണ്. ഓക്കെ അല്ലേ. അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇപ്പം റീകളക്ട് ചെയ്യേണ്ടത് എൻവയോൺമെന്റ് ഡേ എന്നായിരുന്നു, എർത്ത് ഡേ എന്നാണ്. ഓക്കെ, ഇത്ര ഓർത്തോണം. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് മാർച്ച് 21, 22, 23. അതേപോലെ സയൻസ് ഡേ എന്നാണ്. ഇത് നിങ്ങൾ ഇത്രയും റീകളക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുമെങ്കിൽ നിങ്ങൾ റീകളക്ട് ചെയ്യണം. ഇന്ത്യയിലെ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അത് മണികരനാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഹിമാചൽ പ്രദേശ്, റിപ്പീറ്റഡ് ചോദ്യം. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം ഓയിൽ വെല്ല് കേട്ടോ, അത് എവിടെയാന്ന് ചോദിച്ചാൽ ഡിഗ്ബോയ് ആണ്. ഓയിൽ വെല്ല് ആദ്യത്തേത്, അത് റിപ്പീറ്റഡ് ആണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആണ്, ഡിഗ്ബോയ്. എന്നാൽ ഏറ്റവും വലിയത് എന്ന് ചോദിക്കുന്നുണ്ട്, അത് മുംബൈ ഹൈ ആണ്, ഏറ്റവും വലിയത്. ഓക്കെ, ഏറ്റവും വലുതാണെങ്കിൽ മുംബൈ ഹൈ ആണ്. അതേപോലെ കൽക്കരിപ്പാടം ആദ്യത്തെ ചോദിക്കും. ഓക്കെ, കോൾഫീൽഡ് കൽക്കരിപ്പാടം ആദ്യത്തെ ചോദിക്കാറുണ്ട്, അത് റാണിഗഞ്ച് ആണ്. ഓക്കെ, റാണിഗഞ്ച് ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, എന്നാൽ ഏറ്റവും വലുത്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കും, ജാരിയാണെന്ന് ഓർത്തോണം. ഇത്രയും സെറ്റ് അല്ലേ. ഇനി താരാപൂര് ആണവ നിലയം ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ എവിടെയെങ്കിലും ഇത് പറഞ്ഞോ? ഇല്ല. ഓക്കെ, നോക്കിയാണെ, താരാപൂര് ആണവ നിലയം ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാന്ന് ചോദിക്കും. അത് USA യുടെ സഹായത്തോടു കൂടിയാണ്, 1969
ഓക്കെ, ഞാൻ സപ്പോസ് പറഞ്ഞതിൽ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പിൻ ചെയ്തിടും കേട്ടോ. ഇനി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ ഇട്ടാൽ മതി, അതുകൊണ്ടാണ് ഞാൻ റീചെക്ക് ചെയ്തത്. അപ്പൊ ഇത്ര ഓർത്തല്ലോ. ഇനി ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശ്. ബൈഹാർട്ട് ചെയ്തോണം. കഴിഞ്ഞ തവണ ഈ ഭാഗത്തുനിന്ന് PSC ചോദിച്ചത് എന്തായിരുന്നു? ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതായിരുന്നായിരുന്നു ചോദിച്ചത്. നമ്മൾ ഒരുമിച്ചായത് ചെയ്തത്. ഏറ്റവും ചെറിയ സ്റ്റേറ്റും ചോദിച്ചതുണ്ടായിരുന്നു. എന്നാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുമ്പോൾ ഒന്നാമത് ബീഹാറും, രണ്ടാമത് വെസ്റ്റ് ബംഗാളും, മൂന്നാമതാണ് നമ്മുടെ കേരളം. ഓക്കെ, ഹിമാചൽ പ്രദേശിലാണ് ജിയോ തെർമൽ പ്ലാന്റ് ആയിട്ടുള്ള, ഭൗമതാപോർജ പ്ലാന്റ് ആയിട്ടുള്ള മണികർ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഉത്തർപ്രദേശില് നറോറ ഉത്തർപ്രദേശ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്നതാണ്. താരാപൂർ ഓർമ്മയുണ്ടോ? എന്തുവായിരുന്നു? 1969 ISRO 1969. ഓക്കെ, പിന്നെ താരാപൂർ ആണവ നിലയവുമായി ബന്ധപ്പെട്ട ഏത് രാജ്യമാണ് സഹായിച്ചത്? USA ആണ്. എന്നാൽ ജയ്താപൂരും PSC ചോദിക്കും. ജയ്താപൂർ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. ഓക്കെ, ഇനി ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷോജീല ചുരമാണെന്ന് ഓർത്തോണം. ശ്രീനഗറിൽ നിന്നും കാർഗിലിലേക്ക് ട്രാവൽ ചെയ്യുന്ന റോഡ് ഉണ്ടല്ലോ, ഭയങ്കര ശോകമാണ്. അത് ഷോജീല വെച്ച് കണക്ട് ചെയ്തോണം. ഷോജീല ശോകമാണെന്ന് ഓർത്തോണം. ഓക്കെ, ഷിപ്കീല ഹിമാചൽ പ്രദേശ്. ഓക്കെ, നാത്തൂല സിക്കിം. നാത്തൂൻ സിക്കാണ്. ലിപ്പു കൊണ്ടാണ് ഉത്തരം പറയുന്നത്, അത് ഉത്തരാഖണ്ഡാണ്. ഓക്കെ അല്ലേ? ഇത് റിപ്പീറ്റഡ്, അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജൂൺ മുതൽ നവംബർ വരെ ഓക്കെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാ? ജൂൺ മുതൽ നവംബർ വരെ കാര്യമായ മഴയുള്ളപ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഓക്കെ, അത് കഴിയുമ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നുണ്ട്. ഓക്കെ, എന്റെ ഇംഗ്ലീഷ് മലയാളം പ്രോബ്ലം ഉള്ളവരുടെ കമന്റ് ചെയ്യാണ്, ഞാൻ രണ്ടും പറഞ്ഞു. അപ്പൊ നോർത്ത് ഈസ്റ്റ് അടുത്ത് വരുമ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഈ 2 മൺസൂൺ ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പേരുകൾ എന്തൊക്കെ? ഇടവപ്പാതി, കാലവർഷം എന്നറിയപ്പെടും അല്ലെ? ഓക്കെ, എന്നാൽ നോർത്ത് ഈസ്റ്റ് മൺസൂണോ തുലാവർഷം എന്നും അറിയപ്പെടും ആണല്ലോ. വടക്ക് കിഴക്കൻ മൺസൂണ് തുലാവർഷം. അങ്ങനെ നോക്കി പറഞ്ഞാലേ എനിക്കും കിട്ടത്തുള്ളൂ. അത് പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പൊ കാര്യമായ മഴ ഉള്ളപ്പോഴാണ് ഖാരിഫ് ക്രോപ്സ് വളരുന്നത്. ഓക്കെ, ഖാരിഫ് ക്രോപ്സ് ഏതൊക്കെയാ അറിയാമോ? റൈസ്, വീറ്റ്, ജൂട്ട്, ഇതൊക്കെയാണുള്ളത്. അതിന്റെ ആ സ്ലൈഡ്സ് ഞാൻ കൊണ്ടുതരാൻ, പഠിക്കണം കേട്ടോ. റാബി ആണെങ്കിലോ ഏതൊക്കെയുണ്ട്? ഗോതമ്പ് ഒക്കെയാണ് റാബി വിള. ഇനി ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ദുബ്രി വരെ ദോ എന്ന് പറഞ്ഞാൽ 2, അത് നാഷണൽ വാട്ടർവേ 2 ആണ്. അത് ഏത് നദിയിലാണ് PSC എപ്പോഴും ചോദിക്കുന്നത്? അത് ഇവിടെ തന്നിട്ടുണ്ട്, ബ്രഹ്മപുത്ര നദിയിലാണ്. നാഷണൽ വാട്ടർവേ 1 ആണെങ്കിലോ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അത് ഓർത്ത് വെച്ചോളൂല്ലോ. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണെന്ന് ഓർത്ത് വെച്ചോണം. ഈ നാഷണൽ വാട്ടർവേ 3 ആണെങ്കിലോ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പൊ കോഴിക്കോടാണ് അല്ലെ? ഇത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടും. കേരളത്തിലുള്ളതാണിത് കേട്ടോ. ഇത് നാഷണൽ വാട്ടർവേ 4 നമ്മൾ 3 പഠിച്ച സ്ഥിതിക്ക് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പഠിച്ചിട്ടുണ്ടല്ലോ. 4 ആണെങ്കിൽ കാക്കിനഡ, പുതുശ്ശേരി കേട്ടോ. കാക്കിനഡ മുതൽ പുതുശ്ശേരി വരെയാണ്. ഓക്കെ അല്ലേ? ഇനി സച്ചിദാനന്ദ സിൻഹയുടെ റിപ്പീറ്റഡ് ചോദ്യം 2000 സച്ചിദാനന്ദ സിൻഹ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഒന്ന് ഓർത്താൽ മതി. ഈ സച്ചിദാനന്ദ സിൻഹ എടുത്തു തരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചോദ്യം ഷുവർ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ സിലബസ് വൈസ് ക്ലാസ്സിനെ അടുത്ത് എടുക്കത്തില്ലേ? അപ്പൊ ഇത് ഫുള്ള് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് സച്ചിദാനന്ദ സിൻഹയുടെ സ്ഥിരമായിട്ട് PSC ഒരു 20 തവണ ഫുള്ള് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? 100 തവണക്കുള്ളിൽ PSC ചോദിച്ചു, അത് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഫോം ചെയ്തത് എപ്പോഴാണ്? PSC എപ്പോഴും ചോദിക്കുന്നത് ഫോം ചെയ്തത് എപ്പോഴാണ്? 1946 ഡിസംബർ 6. എന്നാൽ ഫോം ചെയ്തു, ഓക്കെ, എല്ലാ കമ്മിറ്റി പോലെ എല്ലാം ഫോം ചെയ്തു. കമ്മിറ്റി അല്ല, ഇത് ഫോം ചെയ്തു. എന്നിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്തു സമ്മേളനം. ആദ്യമായി ജോയിൻ ചെയ്തു അല്ലെ സമ്മേളനം എപ്പോഴാന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9. ആ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ആ താൽക്കാലിക അധ്യക്ഷന്റെ പേരെന്താ? സച്ചിദാനന്ദ സിൻഹ. എന്നാൽ ഡിസംബർ 11 ആയപ്പോഴത്തേക്ക് ആര് വന്നു? രാജേന്ദ്ര പ്രസാദ് വന്നു. ഓക്കെ, അതാണ് നമ്മുടെ സ്ഥിരം അധ്യക്ഷൻ. അപ്പൊ ഇത് ഇത്ര ഓർത്ത് വെച്ചോണം കേട്ടോ. 1946 ആണ്. ഓക്കെ, ഞാൻ മാറി എങ്ങാണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ശരി, പിന്നെ അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. റീകളക്ട് ചെയ്തേ എപ്പോഴായിരുന്നു? 2010 ഏപ്രിൽ 1. അതേപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം
2020 റിപ്പോർട്ട് പ്രകാരമുള്ള പുത്തൻ ഫോർമാറ്റ് എന്താ? 5+3+3+4 ഇങ്ങനെ റീകളക്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പം വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഈ 5 ഫേസ് ഒക്കെ ഉണ്ടായിട്ട് വരുമ്പോഴേ 10th പ്രിലിംസിൽ ഒരു 2 പ്രിലിംസുകാർക്ക് ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം തിരിച്ചൊന്നുമല്ല. ആ 2 എന്താ പറയുക സ്റ്റേജിൽ എക്സാം എഴുതിയവർ വന്ന് വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഒത്തിരി. ബാക്കിയുള്ളവർക്കൊക്കെ സിംഗിൾ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഇരയായിട്ടുള്ളവരുണ്ടോ? കമന്റ് ചെയ്യണം കേട്ടോ. അതിന് നമുക്ക് ഏറ്റവും എളുപ്പം 10th പ്രിലിംസും 12th പ്രിലിംസും വരെ ഉള്ളതിൽ എലിമിനേഷൻ എന്ന് പറയുന്നത് 90% എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A നമ്മൾ പഠിച്ചതല്ലേ? 86ാം ഭേദഗതി ആണല്ലോ. ശരി, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെഡി, അത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധ സൗജന്യമായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ട രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന് 2009 ഓഗസ്റ്റ് 4. ഇത്രയും പഠിച്ചു വന്നതാ നമ്മൾ PYQ പഠിച്ചതാ. ഇത് ശരിയാണോ? അല്ലല്ലോ. കാരണം എന്താ? 2010 ഏപ്രിൽ 1 അപ്പൊ 4 തെറ്റ് കേട്ടോ. 4 തെറ്റ്. അപ്പം ഇതിൽ ഏതൊക്കെ വരും? 1, 2, 3. ഓക്കെ ആണോ? എലിമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇനി സിലബസ് വൈസ് നിങ്ങൾ ഓരോ സബ്ജക്ട് വൈസ് ഒരൊറ്റ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരെണ്ണം ഞാൻ ചെയ്യാൻ പോവാ. അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം എന്തായാലും വരുമല്ലോ. അപ്പം ചെയ്തുതരാം. ഓക്കെ, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥി 2014 നോബൽ പ്രൈസ് ഫോർ പീസ് കൈലാഷ് സത്യാർത്ഥിക്കും മലല യൂസുഫായിക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 3 വർഷത്തിൽ തന്നെ ഒരു 4+ ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്ത്യൻ ദേശീയ പതാക അവിടെ പോസ് ചെയ്യണം. എന്താ നമ്മൾ ദേശീയ പതാക എടുത്ത് പറഞ്ഞത്? ദേശീയ പതാക ഇന്ത്യ അംഗീകരിച്ചത് എപ്പോഴാ? 1947 ജൂലൈ 22. അപ്പൊ പെട്ടെന്ന് നാഷണൽ ആന്തം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ റിവൈസ് ചെയ്ത് പോകണം. നാഷണൽ ആന്തോ നാഷണൽ സോങ്ങും എപ്പോഴായിരുന്നു? 1950 ജനുവരി 24. അപ്പൊ നാഷണൽ സിംബലോ ഓർമ്മയുണ്ടോ? 1950 അത് ജനുവരി 26. അപ്പം ഫ്ലാഗ് കോഡോ? അത് 2002. എന്നാൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തതാരാ? പിംഗലി വെങ്കയ്യ. PS ചോദിച്ചത് പിംഗലി വെങ്കയ്യ എവിടുത്തുകാരനാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലെ. അതേണ്ട പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ അല്ലേ? ഈ മധ്യപ്രദേശ് വന്നുകൊണ്ട് ഞാൻ പറയാം. PS അടുത്തിടയ്ക്ക് ചോദിച്ചു പന്ന ഡയമണ്ട് മൈൻ എവിടെയാണ്? പന്ന അത് മധ്യപ്രദേശിലാണ്. മദ്യം പന്നല എന്നൊന്ന് ഓർത്താൽ മതി. ഓക്കെ, ഉത്തർപ്രദേശിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നറോറ കേട്ടോ, ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. നറോറ ഉത്തർപ്രദേശാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വേടന്തങ്ങൾ പക്ഷി സങ്കേതമുണ്ട്. വേടന്തങ്ങൾ പക്ഷി സങ്കേതമുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. ഇനി മൗലിക കടമകൾ എന്ന് പറയുമ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഭാഗം 4A ആണ്. നമ്മൾ കടമെടുത്തത് USSRൽ നിന്നാണ്. കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42 ഈ 42-നെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ. 86ാം ഭേദഗതി എന്താ? ആർട്ടിക്കിൾ 21A കൊണ്ടെത്തുന്നു. 44ാം ഭേദഗതിയിൽ എന്തായിരുന്നു? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടിയെ എടുത്തു കളഞ്ഞു അല്ലെ. എന്നാൽ 100ാമത്തേത് എന്താണെന്നറിയാമോ? ഇന്ത്യ ബംഗ്ലാദേശ് 100ാമത്തെ ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കമായിരുന്നു. 101 അതിർത്തി തർക്കം പരിഹരിച്ചതാണ്. 101 എന്ന് പറയുമ്പോൾ GSTയുമായി ബന്ധപ്പെട്ടതാണ്. 102 എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് കാസ്റ്റ് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയുള്ള കമ്മീഷന് ഭരണഘടന പദവി നൽകിയതാണ്. 103ാമത്തെ ഭേദഗതിയോ എക്കണോമിക് വീക്കർ സെക്ഷൻ ഉണ്ടല്ലോ, അവർക്കുള്ള പരിഗണനയും അവർക്കുള്ള റിസർവേഷനുമാണ് ഈ 103ാം ഭേദഗതിയിൽ. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായപ്പെട്ടവരെയും പരിഗണിക്കണ്ടേ, അതാണ് 103. 104 ആകുമ്പോഴത്തേക്കും 104 നോക്കിയില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞത് മാറിപ്പോയത്. 104ാമത്തെ ഭേദഗതിയിൽ എന്താ പറയാ? പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സംവരണം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഉയർത്തിയിട്ടുണ്ട് അല്ലേ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി 105 കൂടെ ഉണ്ട്, അത് ഓർത്തോണം. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഐഡന്റിഫൈ ചെയ്യാനും സംവരണം കൊടുക്കാനും സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുള്ള അധികാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ബാക്ക് അടിച്ച് കേട്ട് പഠിക്കണേ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇത് ക്യാൻസൽ ചെയ്തു അരയാൽ എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും ശരിയായിട്ടുള്ളത്? ഇതിനൊരു ദേശീയ ഗീതം ആൻഡ് ദേശീയ ഗാനം ഏത് വർഷം അംഗീകരിച്ചു? 1950 ജനുവരി 24. വന്ദേ മാതരം അല്ലെ, വന്ദേ മാതരം ആരായിരുന്നു? ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി. റിപ്പീറ്റഡ് അല്ലേ? ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞു. ഏതിലാ പരാമർശിച്ചിട്ടുള്ളത്? ആനന്ദമഠമാണ്. ഇത്ര ഓക്കെ ആണോ? അടുത്തത് മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയിട്ടുള്ളത് ഏതാ?
അയിത്ത നിർമ്മാർജ്ജനത്തിന്റെ ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 17 എന്നാൽ അവസര സമത്വം PSC അടുത്തിടയ്ക്ക് ചോദിച്ചു ടഫ് ആക്കാൻ വേണ്ടി അവസര സമത്വം ആർട്ടിക്കിൾ 14, എന്നാല് നിയമസമത്വമാണ് 14 കേട്ടോ. ഇക്വാളിറ്റി ബിഫോർ ലോ നിയമസമത്വമാണ് ആർട്ടിക്കിൾ 14. അവസര സമത്വം 16 തെറ്റല്ലേ? ഇനി വിവേചനം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല, സ്ത്രീ പുരുഷ വിവേചനം, ജാതിയുടെ പേരില്, ജനിച്ച സ്ഥലത്തിന്റെ പേരില് ഒന്നും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 സബ്ക്ലോസ് എയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോണേ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2005. ഓക്കെ. പ്രാചീന മലയാളം എന്നുള്ള കൃതിയുടെ രചയിതാവ് ആരാ? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം, ആദിഭാഷ, ഈ അടുത്തിടയ്ക്കും ചോദിച്ചാണ്. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം, ഭേദാധികാര നിരൂപണം, ഇത്തരം ചട്ടമ്പി സ്വാമികളുടെ റിപ്പീറ്റഡ് ആണ്. കുമാരഗുരുദേവന്റെ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, 1909 അടിലഹള ഈ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കുമാരഗുരുദേവന്റെ വേറെ പേരെന്താ? പൊയ്കേൽ യോഹന്നാൻ, പൊയ്കേൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ കേട്ടോ. ഓർത്തുവെച്ചോളൂ. വാഗ്ഭടാനന്ദന്റേതാണ് എന്തായിരുന്നു? പ്രീതി ഭോജനം. ഓക്കെ, പ്രീതി ഭോജനം. പിന്നെ അത് അടുത്ത ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം 1915. കല്ലുമാല സമരം, ഊരുട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള, ഇതൊക്കെ 1915 നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയിട്ടില്ലേ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി? 1893 ഇതൊക്കെ അയ്യങ്കാളിയെ ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച മഹാത്മാഗാന്ധിയാണ്. മഹാത്മാ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. PSC ചോദ്യം PYQ ആണ്. മഹാത്മാ അയ്യങ്കാളി കേട്ടോ. മഹാത്മാ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പണ്ഡിത കറുപ്പന്റെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അരയ സമാജം അല്ലെ, കവിതിലകം കിട്ടി, കവി തിലകം. പിന്നെ ഈ അടുത്തിടയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അകത്തുനിന്നൊക്കെ കല്യാണദായനി സഭ, സുധർമ്മ സൂര്യോദയ സഭ, ഇതൊക്കെ ഈ പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് അല്ലെ. ശരി. ഇനി 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂരാണ്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴേ ഓർത്തെ. അക്കാമ്മ ചെറിയാന്റെ ദേശസേവിക സംഘം, പിന്നെ രാജധാനി മാർച്ച് ഏത് വർഷമായിരുന്നു? കമന്റ് ചെയ്. 1938 ആണത് കേട്ടോ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? അരുവിപ്പുറമാണ്. 100+ ടൈംസ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല 2022 ഒത്തിരി ചോദിച്ചിട്ടുള്ളത് മലബാർ ആണ്. കാരണം പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ ആലോചിക്കുക, കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയുക, ടിപ്പുവിനെ തോപ്പിച്ചില്ലേ? ശ്രീരംഗപട്ടണ ഉടമ്പടി 1792 ഒപ്പുവെച്ചില്ലേ അല്ലെ? അതിനുശേഷം ആ മലബാർ അങ്ങ് പോയി എന്ന് ഓർത്തോണം. അപ്പൊ ഈ മലബാറിന്റെ കാര്യം ഓർത്തു വെച്ചോണം. റെഡിയാണോ? സെറ്റ് അല്ലേ? ശരി. അപ്പം പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല റെഡി. അടുത്തത് മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. ഓക്കെ, പാലക്കാട് നേതൃത്വം നൽകിയത് ആരാ? TR കൃഷ്ണസ്വാമി അയ്യറാണ്. മറക്കല്ലേ. വൈക്കം സത്യാഗ്രഹം, വൈക്കം 1924 നേതൃത്വം നൽകിയത് ആരാ? TK മാധവൻ. ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ 100+ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. AKG ആണെങ്കിൽ എന്തായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1931 അല്ലേ? ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും തിരിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കമന്റിൽ ഫുൾ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ശരിയാക്കി പഠിക്കുമല്ലോ അല്ലെ? എന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറിയാണ് K കേളപ്പൻ. ഓക്കെ, ഇനി NSSന്റെ വരുമ്പോൾ നേരെ തിരിച്ച പ്രസിഡന്റ് K കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം അല്ലെ? ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നെന്ന് അറിയുമോ? നാടാർ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാ. ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹള എന്നറിയപ്പെടും. മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. 1822 തുടങ്ങിയതാ. പക്ഷെ ഇതിനൊരു ആൻസർ കിട്ടിയത് 1859 എന്നാൽ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്ത രാജാവ് ആരാന്ന് PSC ചോദിക്കുന്നുണ്ട്. അതാരായിരുന്നു?
ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാളാണ് കേട്ടോ, ഉത്രം തിരുനാളാണ്. ഇനി പാലിയൻ സത്യാഗ്രഹം ഇമ്പോർട്ടന്റ് 1947 കേട്ടോ, 1947 ആണ്. കുറിച്യ കലാപം 1812 നേതാവ് രാമൻ നമ്പി. ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്, രാമൻ നമ്പി. ഇനി കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാമേ. പ്രസിഡന്റ്, സെക്രട്ടറി, ഇത് ക്യാൻസൽഡ് ആയിരുന്നു. അടുത്ത 1812 ആരംഭിച്ച് കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാ? രാമൻ നമ്പി. നമ്മളിപ്പോ പറഞ്ഞിട്ടാ വന്നത് അല്ലെ. പഴശ്ശിരാജ കണ്ടോ ചോദിക്കുവേ ചിലപ്പം, കാരണം 2022 ഒത്തിരി ചോദിച്ചു. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെയും, രണ്ടാമത്തേത് 1800 മുതൽ 1805 വരെയും. തോമസ് ആവെ ബാർബർ ആയിരുന്നു കളക്ടർ, ബാബറെ. പിന്നെ അടുത്തത് പട്ടാള മേധാവി ആർത്തർ വെല്ലസ് ലീവ് ആയിരുന്നു. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണമാണ് ചോദിച്ചത്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ റിലേറ്റഡ് ആണ്, ഈ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടും അല്ലെ. അതുകൊണ്ട് ഒരു കലാശക്കൂട്ട് പോലെ ഞാൻ നല്ല ഒരു മാരത്തോണൂടെ സെറ്റ് ആക്കി തരാമേ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി എവിടെയാ? ഇടുക്കിയിലാണ്. ഓക്കെ അല്ലെ. പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയോ 1940 ഈ ശബരിഗിരി PSCക്ക് ഇഷ്ടവാ, കാരണം ശബരിഗിരി പമ്പയിലാണ് ഉള്ളത്. പമ്പയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയാണ്. പമ്പ പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലാണ്, പമ്പ വേമ്പ. ഇത് ഇത്രയും 2 വർഷം കൊണ്ട് PSC ഇഷ്ടം പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതൊക്കെയാ? കിഴക്ക് ഈസ്റ്റ് ആണ് 3 എണ്ണം, വെസ്റ്റിലോട്ടോ 41 എണ്ണം, ടോട്ടല് 44. കിഴക്കോട്ട് ഒഴുകുന്ന ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാറാണ് കേട്ടോ. ശരി, അടുത്തത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? തട്ടേക്കാടാണ് ഏറ്റവും വലുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചൂലന്നൂർ എന്തിനു വേണ്ടി ഫേമസ് ആണ്? മയിൽ വളർത്തലിന് ഫേമസ് ആണ്. കെ നീലകണ്ഠന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അത് പക്ഷി സങ്കേതങ്ങളിൽ പെടത്തില്ല. അടുത്തത് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ ആണ്. അതൊക്കെ അല്ലേ. അടുത്തത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ്. കുറച്ചു മുന്നേ നമ്മൾ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടി നീരജ് ചോപ്ര. ഇവിടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. പ്രധാന മത്സ്യബന്ധന തുറമുഖം ആയിട്ടുള്ള നീണ്ടകര ഏത് ജില്ലയിലാണ് ഉള്ളത്? എവിടെയാത്? കൊല്ലമാണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ജഡായുപ്പാറ കൊല്ലമാണ്. അത് തിരുവനന്തപുരം എല്ലാവരും ബബ്ലി, അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചോണേ. അതേപോലെ ആലപ്പുഴ ഇരിക്കുന്ന ഓർമ്മയുണ്ടോ? എന്ത് പറയാനാണ്? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ് കേട്ടോ. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പറയുമ്പോൾ അത് തിരുവനന്തപുരവും വരും. ഇത് നിങ്ങൾ ഓർത്തോണം, ബാക്കിയുള്ളവരെ തെറ്റിപ്പിക്കുന്നത് PSC. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാ? ഇരവികുളം. 1975 വന്യജീവി സങ്കേതമാക്കി, 78 അത് നാഷണൽ പാർക്കും ആക്കി. സൈലന്റ് വാലി ആണെങ്കിലോ ഈ ഇരവികുളത്താണ് വരയാടുകൾ കേട്ടോ. വരയാടു. ഓക്കെ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 84 ഇന്ദിരാഗാന്ധി, ഉദ്ഘാടനം ചെയ്തത് 85 രാജീവ് ഗാന്ധി അല്ലെ. പാമ്പാടിൻ ശോല, ആനമുടി ശോല, മധ്യഘട്ടൻ ശോല, ഇതെല്ലാം ഏത് വർഷമാണ്? 2003. എന്നാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ട എന്താ? ഏറ്റവും ചെറിയ വന്യജീവി ദേശീയോദ്യാനം ഏതായിരുന്ന? ഏറ്റവും സ്മോൾ ഏതാ? പാമ്പ, ചെറിയ പാമ്പ കേട്ടോ. ഓക്കെ, പാമ്പാടി ശോല. ഇതിപ്പോ പറയുമ്പോൾ എല്ലാവരും താഴോട്ടൊക്കെ ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ, എന്നാലും ഞാനും നോക്കിയേക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്കാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ടക്കായലാണ്. റിപ്പീറ്റഡ്. ഇനി വെള്ളാനിക്കായലിൽ വെച്ചാണ് അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത്. ഓക്കെ, അയ്യങ്കാളി ബോട്ട് റേസ്. പാമ്പിന്റെ കാര്യം പറയണ്ടായിരുന്നു, മൈൻഡിൽ കിടക്കുന്നു. നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ വരട്ടെ. അപ്പം അഷ്ടമുടിക്കായലിലാണ് പെരുവൻ തീവണ്ടി ദുരന്തം ഉണ്ടായത്. 1988 കേട്ടോ. ശരി, ശാസ്താംകോട്ടക്കായലിന്റെ ഷേപ്പ് PSC ചോദിക്കും. F ആകൃതിയിലാണ്. ഓക്കെ. അടുത്ത കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാ? 1956 നവംബർ 1. എന്നാൽ തിരുക്കൊച്ചി സംയോജനം എപ്പോഴായിരുന്നു? 1949 ആണ്. ഓർത്തു വെച്ചോളൂല്ലോ, 1949 ആണത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ബാലഗംഗാധര തിലകാണ്. ബാലന്മാർ എപ്പോഴും അസ്വസ്ഥതരാ, ചുമ്മാ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ കസേരയിരിക്കുവാണെങ്കിൽ പറയും കസേരയിൽ നിന്ന് മാറെന്ന് പറയും. ബാലഗംഗാധര തിലകിന്റെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ മറക്കൽ പത്രങ്ങളാണ് കേസരിയും മറാത്തയും. ഓക്കെ, ബാലൻ വന്ന് പറയും കസേരയെന്ന് കേസരി മറാത്തയാണ്. ഓക്കെ അല്ലേ. ഇനി വോയിസ് ഓഫ് ഇന്ത്യ PYQ ആണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാ.
ദാദാവ് എന്ന് പറയുക, പിന്നത് മതി എന്ന് പറഞ്ഞാൽ അവിടെ വോയിസ് കൂടുതൽ ദാദയ്ക്കാണ്. അപ്പൊ ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയോ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, മറക്കല്ല, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി PYQ ആണ് കേട്ടോ. ലാലാ ലജ്പത് റായിയുടെ മറന്നുപോയി, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. വന്ദേ മാതരമാണെന്ന് തോന്നുന്നു, ആണോ? ഓക്കെ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹമാണ്? ഏത് സത്യാഗ്രഹം? 1918 ആണെങ്കിൽ അഹമ്മദാബാദ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം, ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് ഈ അലഹാബാദിലാണ്, അഹമ്മദാബാദിലാണെന്ന് മറക്കരുത് കേട്ടോ. അപ്പം അഹമ്മദാബാദ് മിൽ സമരമായിരുന്നത്, ഹങ്കർ സ്ട്രൈക്ക് ആണ്. ചമ്പാരനോ? ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ, അത് 1917. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് സമരം. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ അല്ലെ. ഇനി ഖേദ സത്യാഗ്രഹമാണെങ്കിൽ ഏതാ? 1918 ആണ്. ഈ ബർദോളി അല്ലെ, ബർദോളി സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ആരായിരുന്നു നേതൃത്വം? റിപ്പീറ്റ് ഇടാൻ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾ ഇപ്പം അത് അറിയാത്തവരുണ്ട്, ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്ത് സ്ക്രോൾ ചെയ്താൽ മതി. എനിക്ക് ഉറപ്പുണ്ട് കമന്റ് വന്ന് കാണും, നിങ്ങൾ അത് നോക്കണം കേട്ടോ. എന്നിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഒരു ലൈക്ക് അതിന് കൊടുക്കണേ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാര? റാഷ് ബിഹാരി ബോസ്. എന്നിട്ട് 1943 സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തത്. അപ്പൊ PSC പലതവണ സുഭാഷ് ചന്ദ്രബോസ് കെയിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളവർ പേടിക്കേണ്ട. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനെ റാഷ് ബിഹാരി ബോസ് ആണ്, അത് ഓർത്ത് വെച്ചോണം. ഓക്കെ. ക്യാപ്റ്റൻ ലക്ഷ്മി ഏത് റെജിമെന്റിലായിരുന്നുള്ളതെന്ന് ഓർമ്മയുണ്ടോ? ഝാൻസി റാണി റെജിമെന്റ് അല്ലെ, അത് ഓർത്ത് വെച്ചോണേ. ഇനി തേഭാഗ് ബംഗാൾ, ബംഗാൾ അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചു. തേഭാഗ് സമരം നടന്നത് എവിടെയാ? ബംഗാളിലാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ. ഇനി ബീഹാർ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് ഓർമ്മയുണ്ടോ? പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഏതാ? ബീഹാർ. രണ്ടാമത് ഏതാ? വെസ്റ്റ് ബംഗാൾ. മൂന്നാമതാ നമ്മുടെ കേരളം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാ? സംവാദ് കൗമുദിയാണ് അല്ലെ. ഇതേ വന്ദേ മാതരം ലാലാ ലജ്പത് റോയ്. എങ്ങനെ ഞാൻ മറന്നുപോയി, ഒത്തിരി നാളെ ക്ലാസ് എടുത്തിട്ട് ഇപ്പൊ അതുകൊണ്ട് മറന്നുപോയി. പക്ഷേ ഞാൻ കണക്ട് ചെയ്ത് വെച്ച് എങ്ങനെ അറിയാം? നമ്മൾ കൊച്ചു പിള്ളേരടുത്ത് പറയത്തില്ലെങ്കിൽ ലാല പാടിക്കൊണ്ട് നടക്കാതെ ഇങ്ങ് വന്നേന്ന് അല്ലെ, ഇങ്ങ് വന്നേ, ലാല പാടിക്കൊണ്ട് നടക്കാതെ ഇങ്ങ് വന്നേ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇത് കിട്ടിയത്. ലാലാ ലജ്പത് റോയ് വന്നേ, വന്ദേ മാതരം കേട്ടോ. അങ്ങനെയാണ് ഇത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ പറഞ്ഞായിരുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അത് സ്ഥാപിച്ചതാണ്. പിന്നെ ദാദാഭായ് നവറോജിയുടെ വോയിസ് ഓഫ് ഇന്ത്യ. ഇത് കേസരി ആരുടെ? കസറെന്ന് മാറ് എന്ന് പറയത്തില്ലേ, ബാലഗംഗാധര തിലക്. ഓക്കെ അല്ലേ. ശരി. ഇനി കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞത് ഏതിലാ? 1929 ലാഹോർ സമ്മേളനമാണ്. നെഹ്റു ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ. ഓക്കെ അല്ലേ. ആദ്യമായി പതാക ഉയർത്തിയതും അപ്പോഴാണ്, പൂർണ്ണ സ്വരാജ്യം പറഞ്ഞതും അപ്പോഴാണ്, സിവിൽ ഡിസൊബീഡിയൻസ് പാസ്സാക്കിയതും കേട്ടോ, നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചതും ഈ ഒരു സമ്മേളനത്തോടു കൂടിയാണ്. ഈ 24 ബെൽഗാം സമ്മേളനത്തിൽ ആരായിരുന്നെന്ന് അറിയാം? 24 മണിക്കൂർ നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? മഹാത്മാഗാന്ധിയാണ്. അപ്പൊ 24 ബെൽഗാം മഹാത്മാഗാന്ധിയായിരുന്നു INCയുടെ പ്രസിഡന്റ്. 24 മണിക്കൂറും ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. 24 മഹാത്മാഗാന്ധി കേട്ടോ. പിന്നെ 25 സരോജിനി നായിഡു വന്നത്. 1917 ആനി ബെസന്റ് പ്രസിഡന്റ് ആകുന്നത്. പിന്നെ മതി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് കേട്ടോ, ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പട്ടേലിന്റെയും നെഹ്റുവിന്റെയും ഒപ്പം പ്രവർത്തിച്ചത് ആരാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഉണ്ടായിരുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് ഈ VP മേനോൻ കേട്ടോ. ഓക്കെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കത്തില്ലേ? സ്റ്റേറ്റ് റീഓർഗനൈസേഷന്റെ അകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഫസൽ അലിയും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, റെഗുലർ ആയിട്ട് ക്ലാസ് എടുത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, തപ്പണ്ട വരും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സംസ്ഥാനങ്ങളൊക്കെ ഇല്ലേ പുനഃക്രമീകരിക്കുന്നു ഭാഷാടിസ്ഥാനത്തിൽ. അതിൻ്റെ അകത്തെ അധ്യക്ഷൻ ഫസൽ അലി, അതിൻ്റെ അകത്തുണ്ടായിരുന്ന മെമ്പേഴ്സ് ആണ് KM പണിക്കരും HN ഖുൻസ്രു. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചോണേ. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണെങ്കിൽ VP മേനോനുമാണ്. റെഡി? ശരി. അടുത്ത ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാ? നമ്മളിപ്പോ പറഞ്ഞതാ, രാജേന്ദ്ര പ്രസാദ്. പക്ഷേ ഈ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം ഫോം ചെയ്തത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? 1946 ഡിസംബർ 6 ഫോം ചെയ്തു. ഓക്കെ. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞത് റിവൈസ് ചെയ്യുക. എന്നാൽ 1946 ഡിസംബർ 9 എന്താ സംഭവിച്ചത്? ആദ്യ യോഗം ചേർന്നു അല്ലെ.
ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. അതിന്റെ അധ്യക്ഷൻ താൽക്കാലികമായിട്ടുള്ള ആളായിരുന്നു, അത് സച്ചിദാനന്ദ സിൻഹ. എന്നാൽ നമ്മുടെ രാജേന്ദ്ര പ്രസാദ് വന്നത് 1946 ഡിസംബർ 11 കേട്ടോ. ഇനി അടുത്ത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 ഓക്കെ. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ആ ഫസൽ അലി. പിന്നെ മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ടായിരുന്നു? KM പണിക്കർ ഉണ്ടായിരുന്നു, HN ഫുൻസ്രൂ ഉണ്ടായിരുന്നു. ഇതാണ് കുറച്ചു മുമ്പ് തപ്പിയത്, പക്ഷെ നമ്മളിപ്പോ ഒരുമിച്ചത് ബൈഹാർട്ട് ആക്കിയില്ലേ. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് 1956. ആന്ധ്ര 53, ആന്ധ്രാപ്രദേശ് 56. PSC അങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഇനി വന്ദേ മാതരം കേട്ടോ. ഓക്കെ, വന്ദേ മാതരം എന്ന ഗാനം, വന്ദേ മാതരം 65 seconds ആണ് കേട്ടോ. ആനന്ദമഠം നോവലിൽ നിന്നാണ് അല്ലെ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. റെഡിയാണോ? ദീനബന്ധു മിത്ര, നീലദർപ്പൺ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, നീലദർപ്പൺ അല്ലെ? മുഹമ്മദ് ഇക്ബാൽ, ഇൻകുലാബ് സിന്ദാബാ. ആര് പറഞ്ഞതാ? മുഹമ്മദ് ഇക്ബാൽ ആണ്. പിന്നെ വരിക വരിക സഹചരെ, ആ പാട്ടൊക്കെ ഇല്ലേ, അത് എഴുതിയത് ആരാന്ന് ചോദിക്കും. അത് അംശി നാരായണ പിള്ളയുമാണ്. അപ്പം ഇത്ര എണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചോണം. അടുത്ത, മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. രക്തത്തില് കാൽഷ്യത്തിന്റെ അളവ് അപ്പോഴേ നമുക്ക് ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ? ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടും? എന്താണ്? ടെറ്റനി എന്ന് പറയും കേട്ടോ. ടെറ്റനി എന്ന് പറയും. റിപ്പീറ്റഡ് ആണ്, മറക്കരുത്. അതേപോലെ വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള മറക്കരുത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K ആണ്. K എന്ന് പറയുമ്പോൾ കൂൾ ആക്കുമ്പോൾ നഷ്ടപ്പെടും. വൈറ്റമിൻ C ഹീറ്റ് ആകുമ്പോൾ നഷ്ടപ്പെടും. വൈറ്റമിൻ എയുടെ പേരെന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? റെറ്റിനോള് അല്ലെ? ആണോ? തിരുത്തിയിടണേ. പിന്നെ B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളത്. അതേപോലെ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും പഠിക്കണം. ടോക്കോഫെറോൾ സ്റ്റെറിലിറ്റിക്ക് കാരണമാകുന്നു ഇതിന്റെ കുറവ് മൂലം. ഓക്കെ അല്ലെ? C ആണെങ്കിൽ ആസ്കോർബിക് ആസിഡും ആണ്. ഓക്കെ അല്ലെ? അടുത്ത്, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം എന്താണ്? ഏതാ രോഗം? എംഫീസീമയാണ് കേട്ടോ. എംഫീസീമ റിപ്പീറ്റഡ് ആണ്. ഓക്കെ. ടൈഫോയിഡ് ഏത് മൈക്രോ ഓർഗാനിസം കാരണമാണ് ഉണ്ടാകുന്നത്? PSC സ്ഥിരം ചോദിക്കും. ടൈഫോയിഡ് ബാക്ടീരിയ. എലിപ്പനി ആണെങ്കിലോ ഏതാ? നിങ്ങൾ കമന്റ് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിപ്പോ അറിയാത്തവരുണ്ട്, അപ്പൊ കമന്റ് നോക്കിയാൽ മതി, കിട്ടും. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? റിപ്പീറ്റഡ് മൃദു സഞ്ജീവനിയാണ്. ഓക്കെ അല്ലെ? അടുത്തത്, തെങ്ങിന്റെ സങ്കരീനം അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ഈ കൂട്ടത്തിൽ ഏതാ? അക്ഷയാണ്. നമ്മൾ ഈ ഹൈബ്രിഡ് ക്രോപ്സിന്റെ ഒരു PDF ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. അതേപോലെ ഈ PDF ഗ്രൂപ്പിലിടും. 2 എണ്ണത്തിന്റെ കൂടെ ഞാൻ ഒരുമിച്ച് ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുടെ ജോയിൻ ചെയ്യണേ. അവിടെ ഡെയിലി ക്യൂസ് ഉണ്ട്. 10:30 ആകുമ്പോൾ രാത്രിയിൽ എന്നും ഡെയിലി ക്യൂസ് ഉണ്ട്. ലൈവ് ക്യൂസ് ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. റിവിഷൻ കിട്ടും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ റിവിഷൻ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. 10th പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്യൂസ് നടക്കുന്നത്. നല്ല സ്റ്റഡി സർക്കിൾ കിട്ടും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിക്കാൻ അത് ഇത് എല്ലാവരും ഷെയർ ചെയ്ത് തരും. അപ്പൊ ആദ്യമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വാ. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകും. അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടം പോലെ കമന്റ് ചെയ്യണേ. ഇനി തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ഇനി ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക തോന്നുന്നു പ്രാഥമിക ഉപഭോക്താവ് ആരാണ് ഈ കൂട്ടത്തില്? പ്രാഥമികമാരാണ്, സസ്യബുക്കാണ് അല്ലെ? ഇനി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാ? മെയ് 22. സെപ്റ്റംബർ 16 എന്താ? നമ്മൾ പഠിച്ചിട്ട് വന്നതാ. ഏപ്രിൽ 22 എന്താ? നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞതാ. മാർച്ച് 21 എന്താണ്? നിങ്ങൾ ഇത് മൊത്തം കമന്റ് ചെയ്യുവോ? ഓക്കെ. ഇനി വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഏതാ? അപ്പിക്കോ പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പിക്കോ പ്രസ്ഥാനമാണ് 1983. അപ്പിക്കോ പ്രസ്ഥാനം 1983 ആണ്. ഓക്കെ. എന്നാൽ ചിപ്കോ ഇപ്പൊ പഠിക്കണേ. ചിപ്കോടേത് ഗൂഗിളെ പെട്ടെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. 1973 സുന്ദർലാൽ ബഹുഗുണയാണ്. ആണോ? കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ അപ്പിക്കോ മൂവ്മെന്റ് ആണെങ്കിലോ കർണാടക 1983 ആണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പിലാണ് അതുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിൽ കയറാം. ക്യൂസുകളുണ്ട്, PDF-കളുണ്ട്. സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു മടിയും വേണ്ട, ജാട അങ്ങനൊന്നും ആരും ഇല്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് തരും.
ഒരു കൂടുതൽ ഹെൽപ്പ് ചെയ്ത് പഠിച്ചോ കൂടി ശല്യപ്പെടുത്തിയാലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏക ആറ്റോമിക്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ, ഓർമ്മയുണ്ടോ? ഹൈഡ്രജൻ പോലും എക്സിസ്റ്റ് ചെയ്യുന്ന H2 ആയിട്ടാ, Cl2 ആണോ, O2 ആണ്, O2 ആണ് എന്നൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഹീലിയം ആണ് ഏക ആറ്റോമിക്. ഇത് ഓർത്ത് വെച്ചോണം. പിന്നെ ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവരുണ്ട്, നിങ്ങൾ കണ്ടിട്ട് വന്ന ഇത് കാണണമായിരുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെ 1ഉം 2ഉം കണ്ടോ, നിങ്ങൾക്ക് റിവിഷൻ അവിടെ കിട്ടും. ഇനി 1ഉം 2ഉം കണ്ടവരുണ്ട്, റിവിഷൻ ഇവിടെ കിട്ടും. ഇനി ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഹെമറ്റൈറ്റ്, മാഗ്നൈറ്റ് ആണ്. കലാമിൻ ആണെങ്കിൽ എന്തായിരുന്നു? സിങ്ക് ആണ് അല്ലെ. കോപ്പർ ആണെങ്കിലും മാലക്കൈറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഓക്കെ, ഇനി നോക്കിക്കേ, അസറ്റോബാക്ടർ ബാക്ടീരിയ എന്തുമായി ബന്ധപ്പെട്ടതാ? നൈട്രജൻ. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട്, ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് ഏത് വരും? ZnCl ഫോം ചെയ്യും. ZnCl ഫോം ചെയ്യുമ്പം ഹൈഡ്രജൻ ഒറ്റയ്ക്കായി. ഉണ്ടാകുന്ന വാതകം ഏതാ? അപ്പം ഒന്നും നോക്കണ്ട, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി പാൽ കേടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ എന്ന് പറയും. ഇനി കോൺകേവ് ദർപ്പണത്തില് പ്രകാശരശ്മി പതിക്കുമ്പോൾ, ഈ പ്രകാശരശ്മി പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 ഡിഗ്രി ആണ്. പതനക്കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനക്കോണ് എത്ര അളവായിരിക്കും? എന്താ പറയാനുള്ളത് അവിടെ? 30 ഡിഗ്രി തന്നെ കേട്ടോ, മറക്കല്ലേ. ഇനി അതേപോലെ F = അല്ലെ, റേഡിയസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ട്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ അത് ചോദിച്ച് ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അത് വന്നിരിക്കും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഈ കൂട്ടത്തിൽ ഏതാ? യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഈ കൂട്ടത്തിൽ ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അറിയാത്തവരുണ്ടെന്ന് കേട്ടോണെ. പരമ്പരാഗതമായി കൈമാറി വരുന്നത്, അതായത് നമ്മുടെ പെട്രോള്, ഡീസല്, ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ പരമ്പരാഗതമായി കൈമാറി വരുന്ന കൽക്കരി, ഇതൊക്കെ തീർന്നു പോകും. അതാണ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. അത് ഈ കൂട്ടത്തിൽ ഏതുണ്ട്? LPG ഉണ്ട് അല്ലെ. LPGയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യാമല്ലോ. LPGയിൽ ഓക്കെ, മുഖ്യ ഘടകം എന്താണ്? പ്രൊപ്പൈനും ബ്യൂട്ടൈനും ചേർന്നാണ് ഉണ്ടാക്കുന്നതെങ്കിലും 70% എന്തായിരുന്നു? ബ്യൂട്ടൈൻ ആണ്. LPG സിലിണ്ടർ കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോയി പറയാറുണ്ട്, പണിയെടുക്കാതെ ഇരുന്നിട്ട് പോയി അടുക്കളയിൽ പോയി പറയാറുണ്ട്, ബ്യൂട്ടിഫുൾ ആണ് ഈ കുക്കിംഗ് എന്ന്. ഓക്കെ, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്യൂട്ടൈൻ, ഓക്കെ, ബ്യൂട്ടൈൻ ആണ്. അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ കൂടുതലുള്ള ഏതാണെന്ന് ചോദിക്കുക, അത് മീത്തൈൻ ആണ്, മറക്കരുത്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ LPG എന്ന് പറയുന്ന സംഭവം ലീക്ക് ആയി കഴിഞ്ഞാൽ അറിയത്തില്ല, മണവേ വരത്തില്ല, പൊട്ടിത്തെറിച്ച് തീ കത്തിയാൽ ഭയങ്കര ദുരന്തം ഉണ്ടാകും. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിൽ ഒരു മണം, ഒരു സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് ആഡ് ചെയ്തത് ഞാൻ ചോദിച്ചത്, PSC ചോദിച്ചിട്ടുണ്ട്. മീഥൈൽ മെർക്യാപ്റ്റൈൻ ആണ് കേട്ടോ, അതൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, മീഥൈൽ മെർക്യാപ്റ്റൻ ആണത്. കളർലെസ് പക്ഷെ അൺപ്ലസന്റ് ഓർഡർ ആണ്. എന്നാലല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഗ്യാസ് ലീക്ക് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ വരുന്നത്. അപ്പോ ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കണ്ടു തീർക്കണം. പിന്നെ നിങ്ങളുടെ അടിപൊളി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. സ്പീഡ് കൂടുതലായിരുന്നു എനിക്കറിയാം, അത് സ്ലോ ആക്കി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.